ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ വാട്സപ്പ് സെക്യൂരിറ്റി മെഷേഴ്സിൻ്റെ ഒരു ചെറിയ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകും. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് സജസ്റ്റ് ചെയ്തു ഇതിൻ്റെ കുറച്ച് ടിപ്സ് ട്രിക്സ് ചെയ്തുകൂടെ എന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വാട്സപ്പ് ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് ഇറ്റ്സ് മീ ബേസിൽ എഡ്ജ് ഇൻഫോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് വൺ QR കോഡ്. അതെങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാം? നമ്മുടെ വാട്സപ്പ് എടുക്കുക, വാട്സപ്പിൻ്റെ മുകളിൽ ഒരു 3 കുത്ത് കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക, താഴെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു അക്കൗണ്ട് വരും. അതിൽ നമ്മുടെ പ്രൊഫൈൽ പിക്കിൻ്റെ നേരെ ഇവിടെ ഒരു QR കോഡ് ചിഹ്നം കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക, ഒരു QR കോഡ് വരും. ഈ QR കോഡ് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് നിങ്ങളുടെ നമ്പർ പറഞ്ഞു കൊടുക്കാതെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. തൊട്ടടുത്ത് നിങ്ങൾക്ക് സ്കാനിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. മറ്റൊരാളുടെ നമ്പർ നിങ്ങൾക്ക് ആ QR കോഡ് സ്കാൻ ചെയ്ത് നമ്പർ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കാര്യം സിമ്പിളാണ്, സമയം ലാഭം. സിമ്പിളായിട്ട് നമുക്ക് നമ്പർ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ കുറേ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇതൊക്കെ ആരെന്നെ പിടിച്ച് ഇതിൽ ആഡ് ചെയ്യണ? സൊല്യൂഷൻ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെ? നേരെ നമ്മുടെ വാട്സപ്പിലേക്ക് പോവുക, മുകളിൽ ആ 3 കുത്തുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ താഴെ അക്കൗണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രൈവസി ഉണ്ടാവും, പ്രൈവസി ക്ലിക്ക് ചെയ്യുക. ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതെടുക്കുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും. അതിൽ മൈ കോണ്ടാക്ട്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കോണ്ടാക്ട്സ് ഉള്ളവർക്ക് മാത്രമേ നമ്മൾ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രോബ്ലം സോൾവ്. അടുത്തതായി, ഈ ഗ്രൂപ്പ് കുറച്ച് അത്യാവശ്യമുള്ളതാണല്ലോ, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എങ്ങനെ എടുക്കണേ? നമുക്ക് അത്യാവശ്യമുള്ള ആ ഗ്രൂപ്പ് എടുക്കുക. ഗ്രൂപ്പിൻ്റെ മുകളിൽ 3 കുത്തുണ്ടാവും. ആ 3 കുത്തിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഒരു മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ചാറ്റ് എന്ന് പറഞ്ഞൊരു ബോക്സ് വരും. അത് ക്ലിക്ക് ചെയ്യുക. അത് വരുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വിത്തൗട്ട് മീഡിയ ഓർ വിത്ത് മീഡിയ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വിത്തൗട്ട് മീഡിയ ആണെങ്കിൽ സൈസ് കുറവായിരിക്കും, വിത്ത് മീഡിയ ആണെങ്കിൽ സൈസ് കൂടുതലായിരിക്കും. അത് നമുക്ക് വാട്സപ്പിലേക്കോ ഗൂഗിൾ ഡ്രൈവിലേക്കോ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ആശ്വാസമായി. ഗ്രൂപ്പുകൾ മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ മെസ്സേജസും ഇതുപോലെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. WA.ME/91 മനസ്സിലായില്ല അല്ലേ? നമുക്കൊരാൾക്ക് പെട്ടെന്ന് ഒരു നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കണം. ഈ കോഡ് നിങ്ങൾ അടിക്കുക, ഒരു മെസ്സേജിലേക്ക് അടിക്കുക. എന്നിട്ട് ആർക്കാണോ നമ്മൾ അയക്കേണ്ടത് ആ നമ്പർ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ആ മെസ്സേജ് അയക്കുക. അപ്പോൾ ലിങ്കായിട്ട് അത് മാറും. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ആ ഒരു ബോക്സിലേക്ക് ചെല്ലും. അവിടെ നിങ്ങൾക്ക് അയാൾക്ക് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. ഈ കാണുന്ന സംഭവം വെച്ച് നമുക്ക് ഒരു ഉപയോഗം കൂടെ ഉണ്ട്. നമുക്ക് നമ്മുടെ പേഴ്സണൽ ചാറ്റ്സ് എല്ലാം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ? നേരത്തെ നമ്മൾ സെൻഡ് ചെയ്ത പോലെ WA.ME/91 എന്നടിച്ച് നമ്മുടെ നമ്പർ അടിക്കുക, സെൻഡ് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാറ്റ് വരും. അതിൽ നമ്മൾ എന്തെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നേരെ പിൻ ഓപ്ഷൻ ഉണ്ട്, ആ ചാറ്റ് പിൻ ചെയ്യുക. നമ്മുടെ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ ആ ചാറ്റ് വരും. നമുക്ക് എന്ത് മെസ്സേജും അതിലേക്ക് സെൻഡ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. നമ്മളെപ്പോലുള്ള സാധാരണ ഫോൺ ഉപഭോക്താക്കൾക്ക് സ്റ്റോറേജ് ഭയങ്കര ഇഷ്യൂ ആണ്. വാട്സപ്പ് ആണെങ്കിൽ നല്ലൊരു എമൗണ്ട് സ്റ്റോറേജ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിതെങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ വാട്സപ്പ് എടുക്കുക, വാട്സപ്പിൽ നേരെ മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ നമുക്ക് ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് കാണാനായിട്ട് സാധിക്കും. അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റോറേജ് യൂസേജ് കാൽക്കുലേറ്റിംഗ് ആണ്, അതെടുക്കുക. ആ എടുക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ഗ്രൂപ്പിൻ്റെയും ഓരോ ചാറ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് കിട്ടാൻ, അത് നമ്മൾ നമുക്ക് ഓരോ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ഫ്രീ സ്പേസ് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് നമ്മുടെ സ്റ്റോറേജ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് വാട്സപ്പിൻ്റെ ടിപ്സ്, ട്രിക്സ് ആൻഡ് ഹിഡൻ ഫീച്ചേഴ്സ്. ഇതുപോലത്തുള്ള ഫീച്ചേഴ്സ് ഇനി നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. നമ്മൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യരുത്, സബ്സ്ക്രൈബ് ചെയ്യരുത്. ഇതുപോലത്തുള്ള വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.